ക്രിയേറ്റേഴ്സ് പോയിന്റിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഇതേപോലൊരു ഫ്ലവർ ടൈപ്പിൽ വരുന്ന സ്ലീവ് ഡിസൈൻ ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും കംപ്ലീറ്റ് ആയിട്ട് കണ്ടു നോക്കുക. ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനിയിപ്പോൾ ഇതാ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ചാർട്ട് പേപ്പറിലായിട്ടാണ് ഫസ്റ്റ് തന്നെ സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചാർട്ട് പേപ്പറിനെ ഞാനിവിടെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ഫോൾഡിങ് പോർഷനായിട്ടൊരു 7.5 ഇഞ്ച് റിഗാളിൻ്റെ വിഡ്ത്തായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതേ പോയിന്റ് തന്നെ താഴത്തേക്കൊരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് സ്ലീവിൻ്റെ ലെങ്ത്ത് ഒരു 7 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ പോയിന്റിൽ നിന്ന് നമുക്ക് സ്ലീവിൻ്റെ ലൂസായിട്ടൊരു 6 ഇഞ്ച് കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുള്ള മുകളിലെ പോയിന്റ്സ് ഒന്ന് ജോയിൻ ചെയ്ത് വരച്ചെടുക്കുക. എന്നിട്ട് താഴെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു 3.5ലേക്ക് ഇതേപോലെ റിഗാളിൻ്റെ ഷേപ്പ് ഒന്ന് വരച്ചെടുക്കുക. അതേപോലെ തന്നെ സ്ലീവിൻ്റെ അടിവശം കൂടെ സ്കെയിൽ വെച്ചിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം സ്ലീവിൻ്റെ അടിവശവും റിഗാളും തമ്മിൽ ഇതേപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഇനിയിപ്പോൾ ഇതാ ഒരു 1 ഇഞ്ച് സീം അലവൻസ് കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് സ്ലീവിൻ്റെ ആ ഒരു പോർഷൻ ഒന്ന് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ സ്ലീവിൻ്റെ അളവുകളൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് കറക്റ്റായിട്ടൊന്ന് സിസേഴ്സ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇത്രയും ഭാഗം നമ്മൾ സാധാരണ സ്ലീവ് ചെയ്യുന്നത് പോലെ തന്നെ ചെയ്തെടുക്കലാണ്. അപ്പോൾ സ്ലീവിൻ്റെ കട്ടിങ് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതിനെ ഒന്നുകൂടെ സെൻറ്റർ മനസ്സിലാക്കാൻ വേണ്ടി ഇതേപോലെ ഫോൾഡ് ചെയ്തെടുക്കുക. എന്നിട്ട് ആ ഒരു സെൻറ്റർ പോർഷനിൽ നേരെ ഒരു ലൈൻ സ്കെയിൽ വെച്ചിട്ട് ഇതേപോലെ വരച്ചെടുക്കുക. കറക്റ്റ് സെൻറ്ററിലായിട്ട് തന്നെ വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് അടിവശത്തു നിന്നായിട്ട് ഈ ഒരു ലൈൻ വരച്ചിട്ടുള്ള ആ ഒരു ഭാഗത്തു നിന്ന് ഒരു 4 ഇഞ്ച് ഇതേപോലെ താഴത്തുനിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. മുകളിൽ നിന്ന് ഒരു 2 ഇഞ്ചും ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ മാർക്ക് ചെയ്തിട്ടുള്ള പോയിന്റ്സ് തമ്മിൽ ഇതേപോലെ ഒരു ഷേപ്പ് വരച്ചെടുക്കുക. മുകളിൽ നമ്മൾ റിഗാളിൽ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു പോയിന്റിൽ നിന്ന് താഴത്തേക്ക് ഇതേപോലെ ഒരു ഷേപ്പ് വരച്ചെടുക്കുക. ഇനിയിപ്പോൾ നമ്മൾ താഴത്തേക്ക് വരച്ചെടുത്തിട്ടുള്ള ആ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. ഒരു 4 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. വരച്ചെടുത്തിട്ടുള്ളതിൽ നിന്നും ആ ഒരു തയ്യൽ തുമ്പ് എക്സ്ട്രാ കൊടുത്തിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ ഇതേപോലെ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. വീണ്ടും ഒന്നുകൂടെ ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ എക്സ്ട്രാ ഒരു 4 ഇഞ്ച് പുറത്തോട്ട് തള്ളി നിൽക്കുന്നതായിട്ട് കാണും. ആ ഒരു രീതിയിൽ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. ഇനിയിപ്പോൾ ആ ഒരു ഭാഗത്തായിട്ട് നമ്മൾ വേറൊരു ചാർട്ട് പേപ്പർ കൂടെ ഇതേപോലെ കറക്റ്റായിട്ട് ചേർത്ത് വെക്കുക. എന്നിട്ട് ആ ഒരു ഭാഗത്തുനിന്ന് ജസ്റ്റ് ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒരു ഷേപ്പ് അവിടെ നിന്നായിട്ട് ഇതേപോലെ ഒരു ഷേപ്പ് വരച്ചെടുക്കുക. അപ്പോൾ ഈ ഷേപ്പ് കംപ്ലീറ്റ് ആയിട്ട് വരച്ചതിന് ശേഷം മുകൾ ഭാഗത്ത് നിന്ന് നമ്മൾ വരച്ചെടുത്തിട്ടുള്ള ആ ഒരു ഭാഗത്തായിട്ട് ഇതേപോലെ എക്സ്ട്രാ ഒരു 4 ഇഞ്ച് കൂടെ വരച്ചു കൊടുക്കുക. അത് നമ്മൾ തയ്യൽ തുമ്പായിട്ട് എടുക്കുന്ന ഭാഗമാണ്. എക്സ്ട്രാ ഇപ്പം വരച്ചു കൊടുത്തിട്ടുള്ള അങ്ങനെ മുകൾ ഭാഗത്ത് ഡബിളിൽ വരച്ചെടുക്കുക. ഇനിയിപ്പോൾ നമ്മൾ വരച്ചെടുത്തിട്ടുള്ള ഭാഗം കറക്റ്റായിട്ട് ഒന്നുകൂടെ കട്ട് ചെയ്തെടുക്കുക. ഈ ഒരു പീസ് കൂടെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഈ പീസ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ സ്ലീവിന് മുകളിൽ ഈ ഒരു രീതിയിലാണ് ഫിറ്റ് ആക്കുന്നത്. ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് ഈ പീസ് നമ്മൾ വെച്ച് കൊടുക്കുക. അപ്പോൾ സ്ലീവ് നമ്മൾ നിവർത്തി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പീസിന് മുകളിൽ ഈ പീസ് ജോയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ 3/4 മീറ്റർ സാറ്റിൻ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഈ സാറ്റിൻ ക്ലോത്തിലേക്ക് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ പീസും ചേർത്ത് വെക്കുക. എന്നിട്ട് വീണ്ടും 2 പീസ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. ഓരോ പീസും 2 പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതായത് 2ആയിട്ട് സാറ്റിൻ ക്ലോത്തിനെ ഫോൾഡ് ചെയ്യുക. എന്നിട്ട് സ്ലീവ് ഇതേപോലെ ചേർത്ത് വെക്കുക. എന്നിട്ട് ഈ പീസിനെ നമുക്ക് ഒന്ന് പിൻ ചെയ്തെടുക്കുക. ക്ലോത്തിന് മുകളിൽ ഇതേപോലെ ഒന്ന് പിൻ ചെയ്തെടുക്കുക.
എന്നിട്ട് ഈ പീസിന് ചുറ്റിലും കറക്റ്റായിട്ട് ഇതേപോലെ വരച്ചെടുക്കാം. ക്ലോത്തിലേക്ക് ഈ ഒരു സ്ലീവിൻ്റെ ഷേപ്പ് കറക്റ്റായിട്ട് വരച്ചെടുക്കാം ഇതേപോലെ. അപ്പോൾ ഇതാ വരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഈ മുകളിൽ വെച്ചിട്ടുള്ള ഈ ഒരു പീസ് അഴിച്ചു മാറ്റുക. എന്നതിന് ശേഷം ഈ ക്ലോത്ത് ഒന്നുകൂടെ പിൻ ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ വരച്ചിട്ടുള്ള ആ ഒരു ഭാഗത്തുകൂടെ കറക്റ്റായിട്ട് സിസേഴ്സ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ അടിവശത്തു നിന്നായിട്ട് ഈ ഒരു പീസ് കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മളെ സ്ലീവിൻ്റെ കട്ടിങ് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അടിവശത്തു നിന്നായിട്ട് ഈ ഒരു പീസ് ചെറുങ്ങനെ ഒരു 1/4 ഇഞ്ച് അകത്തി തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ. ഇനിയിപ്പോൾ ഇതാ 2 സൈഡിലായിട്ട് നമ്മൾ പിൻ ചെയ്തിട്ടുള്ള ആ ഒരു പിന്നൊക്കെ ഒന്ന് അഴിച്ച് മാറ്റി 2 സ്ലീവ് ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് മാറ്റാം. ഈ ഒരു രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് വരുന്നത്. ഇനിയിപ്പോൾ ഇതാ ബാക്കി വരുന്ന സാറ്റിൻ ക്ലോത്തിനെ ഇതേപോലെ 2ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് നേരത്തെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു പീസ് ഇതേപോലെ ചേർത്ത് വെക്കുക. എന്നിട്ട് അതിനെ കറക്റ്റായിട്ടൊന്ന് പിൻ ചെയ്തെടുക്കുക. നേരത്തെ നമ്മൾ സ്ലീവ് കട്ട് ചെയ്തതുപോലെ തന്നെ പിൻ ചെയ്തെടുത്തതിന് ശേഷം കറക്റ്റായിട്ട് ഇതേപോലെ ചോക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കുക. ഇതേപോലെ ഈ പീസിന് ചുറ്റിലും വരച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ വരച്ചെടുത്തിട്ടുള്ള ഭാഗം കറക്റ്റായിട്ട് സിസേഴ്സ് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ നേരത്തെ സ്ലീവ് കട്ട് ചെയ്തതുപോലെ തന്നെ 2 പീസായിട്ട് കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ അതാ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 2 പീസായിട്ടാണ് കിട്ടുന്നത്. ഇതൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മളെ സ്ലീവിൻ്റെ കട്ടിങ് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. ഇതേപോലെ 2 പീസായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഈ 2 പീസും ഒരു സ്ലീവിലേക്ക് വേണ്ടി തന്നെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പീസിനെ നമ്മളെ സ്ലീവിൻ്റെ മുകളിൽ ഇതേപോലെ ചേർത്ത് വെക്കുക. എന്നിട്ട് ഈ ഒരു ഭാഗത്തുനിന്ന് നേരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. എക്സ്ട്രാ ഒരു 1/4 ഇഞ്ച് പുറത്തോട്ട് തള്ളി നിന്ന ആ ഒരു പീസിന് മുകളിൽ കറക്റ്റായിട്ട് ഈ പീസ് ചേർത്ത് വെച്ചിട്ട് ജോയിൻ ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ ഈ പീസ് നമ്മളങ്ങനെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. 2 സ്ലീവിന് മുകളിലും ഇതേപോലെ തന്നെ ജോയിൻ ചെയ്തെടുക്കുക. അപ്പോൾ അതാ നമ്മൾ 2 സ്ലീവിന് മുകളിലും ഇതേപോലെ തന്നെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ ഈ ഒരു രീതിയിലാണ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു സ്ലീവിൻ്റെ നല്ല വശങ്ങൾ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്ന രീതിയിൽ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ഇതേപോലെ ചേർത്ത് വെക്കുക. എന്നിട്ട് എക്സ്ട്രാ ജോയിൻ ചെയ്തിട്ടുള്ള പീസ് ഇതേപോലെ ഒന്ന് മാറ്റി വെക്കുക. എന്നിട്ടിപ്പോൾ ഇതാ സ്ലീവിനെ ഒന്ന് കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് സൈഡിലൂടെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക. നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് ഇട്ടതിന് ശേഷം ഒരു 1 ഇഞ്ച് ഗ്യാപ്പിൽ ഇതേപോലെ പിൻ ചെയ്തെടുക്കുക. പിന്നെ അതാ നമ്മൾ ഈ ജോയിൻ ചെയ്തിട്ടുള്ള പീസിൻ്റെ സെൻറ്ററിലൂടെ പിൻ ചെയ്തെടുക്കുക. നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ പിൻ ചെയ്തെടുക്കുന്നത്. സൈഡിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളതാണ്. ഇനിയിപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ വേണം, ഇപ്പം ഞാൻ കാണിച്ച ഈ ഒരു രീതിയിൽ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതാ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളെ പിന്നൊക്കെ ഒന്ന് അഴിച്ച് മാറ്റുക. എന്നിട്ട് സ്ലീവിനെ നല്ല വശത്തേക്ക് തിരിച്ചെടുക്കുക. ഈ എക്സ്ട്രാ ജോയിൻ ചെയ്തെടുത്തിട്ടുള്ള ആ പീസിനെ വേണം നമ്മൾ ആദ്യം നല്ല വശത്തേക്ക് തിരിച്ചിട്ടെടുക്കാൻ. ഇതേപോലെ ജസ്റ്റ് ഒന്ന് നല്ല വശത്തേക്ക് തിരിച്ചിട്ടെടുക്കുക. ഇതുപോലെ കൈകൊണ്ട് തിരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ളത് ഉള്ളിലൂടെ കയറ്റിയിട്ട് നമ്മൾ ലൂപ്പൊക്കെ ചെയ്യുന്നത് പോലെ തിരിച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ കറക്റ്റായിട്ട് അങ്ങനെ തിരിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിന് മുകളിലൂടെ ഒന്ന് അയൺ ചെയ്തൊക്കെ കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ വൃത്തിയായിട്ട് കിട്ടും. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ.
ഇനിയിപ്പോൾ നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു പീസിൻ്റെ എൻഡ് പോർഷൻ വരെ ഇതേപോലെ ഒന്ന് ലോങ് സ്റ്റിച്ച് ഇട്ടെടുക്കണം. അപ്പോൾ ലോങ് സ്റ്റിച്ച് ഇട്ടെടുക്കുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചുരുക്കിയെടുക്കാനാണ്. ആ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ചുരുക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ലോങ് സ്റ്റിച്ച് ഇട്ടെടുക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കൈകൊണ്ട് നീഡിൽ വെച്ചിട്ട് തുന്നാനാണെങ്കിൽ അങ്ങനെ ആയാലും മതി കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ലോങ് സ്റ്റിച്ച് ഇട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ നിന്ന് ഒരു ത്രെഡ് ഇതേപോലെ രണ്ട് സൈഡിൽ നിന്നായിട്ട് ചുരുക്കി കൊടുക്കുക. ഇതേപോലെ രണ്ടറ്റത്തു നിന്നായിട്ട് ചുരുക്കിയെടുക്കുക. എന്നിട്ട് നമുക്കൊരു ഫ്ലവറിൻ്റെ ഷേപ്പിലേക്ക് മാറ്റാം. അപ്പോൾ ജസ്റ്റ് ഒരു കുഞ്ഞ് പ്ലീറ്റ്സ് പോലെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുത്തിട്ട് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതാ ബാക്കി വരുന്ന ത്രെഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റുകയാണ്. അപ്പോൾ ഇതാ നമ്മളെ ഫ്ലവർ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നീഡിലും ത്രെഡും വെച്ചിട്ട് ഇതേപോലെ സെൻറ്ററിൽ നിന്നായിട്ടൊന്ന് ജസ്റ്റ് തുന്നി കൊടുക്കുക. ആ ഒരു ഫ്ലവർ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതേപോലെ തുന്നി കൊടുക്കുക. എന്നിട്ട് സെൻറ്ററിലായിട്ട് ഞാനൊരു ഹാഫ് പേള് കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതൂടെ തുന്നി കഴിയുമ്പോൾ നമ്മളെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. സ്ലീവും ഫ്ലവറും എല്ലാം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ നമുക്ക് സ്ലീവിൻ്റെ രണ്ട് പീസ് കൂടെ ജോയിൻ ചെയ്തൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കലാണ്. അതോടെ കഴിഞ്ഞപ്പോൾ നമ്മളെ സ്ലീവിൻ്റെ കംപ്ലീറ്റ് പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ടോപ്പായിട്ട് ജോയിൻ ചെയ്തെടുക്കലാണ്. സാധാരണ നമ്മൾ സ്ലീവ് എങ്ങനെയാണോ റിഗാളായിട്ട് ജോയിൻ ചെയ്തെടുക്കുന്നത് അതേപോലെ തന്നെ ജോയിൻ ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഇതാ ഇതേപോലെ ഫോൾഡ് ചെയ്തതിന് ശേഷം സെൻറ്റർ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ടോപ്പിന് മുകളിൽ ടോപ്പിൻ്റെ ഷോൾഡറിൻ്റെ സെൻറ്ററും സ്ലീവിൻ്റെ സെൻറ്ററും കൂടെ ഇതേപോലെ ചേർത്ത് വെക്കുക. എന്നിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് സ്ലീവിൻ്റെ സൈഡ് വശം കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ നമ്മളെ സ്ലീവ് ടോപ്പുമായിട്ട് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമുക്ക് ടോപ്പിന് മുകളിൽ വരുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മളെ ഫ്ലവർ ടൈപ്പിൽ വരുന്ന സ്ലീവ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.